നമസ്കാരം. എന്തൊക്കെയായിരുന്നു 34 കോടി മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ്. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം തവിട് പൊടിയായി മക്കളെ. നമ്മുടെ റഹീംഖാന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. 34 കോടി പിരിച്ചുകൊണ്ട് ഒരു വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിച്ചു. ആ വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ പിച്ചക്കാരനെ പോലെ ബോയ്ക്ക് തെരുവിലൂടെ തെണ്ടി നടന്ന് കോടികൾ ഉണ്ടാക്കി. മാത്രമല്ല ഞമ്മന്റെ ലുലു മുയലാളി അയാൾ വന്ന് ജോലി കൊടുക്കും. അയാളെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കാൻ എയർപോർട്ടിൽ നിന്ന് ആനയും അമ്പാരിയുമായി ഞങ്ങൾ എഴുന്നള്ളും. എന്തൊക്കെയായിരുന്നു നോക്കൂ മക്കളെ. ഒരു കുരുന്നിനെ നിഷ്കരുണം കൊന്ന ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ടാണ്, ഈ കൊലയാളിയെ വെള്ളരിപ്രാവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നൽകിയ ആ 34 കോടിയിലെ ഓരോ രൂപയുമെന്ന് ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. ഇത് പറയുന്നത് ഞാനൊന്നുമല്ല. കാരണം 2006 ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. എന്തായിരുന്നു ആ സംഭവം എന്നറിയാമോ? ഒരു ഡ്രൈവർ വിസയിൽ ഇവിടെ നിന്ന് റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി പോകുന്നു. പോയതിനു ശേഷം തന്റെ അർബാബിന്റെ കീഴിൽ അയാൾക്കുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള, അതല്ലെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസ ഉപകരണം വഴി ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ജോലിയായിരുന്നു ഇയാളുടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഇയാൾ കുട്ടിയെയും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിഗ്നൽ വരുന്നു. സിഗ്നലിൽ വണ്ടി നിർത്തിയ സമയത്ത് ഈ കുട്ടി അതറിയാതെ ഈ റഹീമിനോട്, ഡ്രൈവറോട് പറയുന്നു, വണ്ടി എടുക്ക്, സ്പീഡിൽ എടുക്കുന്നൊക്കെ പറയും. നമുക്കറിയാം കുട്ടികളുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാനുള്ള ഒരു ത്വരയൊക്കെ ഡ്രൈവർമാരോട്, നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ വേഗത്തിൽ ഓടിക്കാൻ വേണ്ടി പറയുന്നു. ഇയാൾ വണ്ടി നിർത്തിയിട്ടതിൽ കുപിതനായിട്ടുള്ള ഈ അർബാബിന്റെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? പിറകിൽ നിന്ന് ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഇയാളെ ഉപദ്രവിക്കുന്നു. ആന്തിയും അടിച്ചുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഈ ചങ്ങാതി ഈ കുഞ്ഞിനോട് ചെയ്തത് കൃത്യമായിട്ടും കോടതി രേഖകളിലുണ്ട്. ആ രേഖകളിൽ 2011 പ്രസിദ്ധീകരിച്ച ഈ പറയുന്ന അറബ് ന്യൂസ് എന്ന് പറയുന്ന സൗദിയിലെ തന്നെ ഒരു പത്രം പറയുന്നുണ്ട്. അതിലെ വരികൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് മക്കളെ. അതിൽ പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട്. 20/2/2011 ഇതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നത്. അതായത് ഫെബ്രുവരി 2011 20 സൺഡേ, ഞായറാഴ്ചയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് മാത്രം, അതല്ലെങ്കിൽ ഈ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ മാത്രം, ആ ടൈറ്റിന് താഴെയുള്ള ചെറിയൊരു കുഞ്ഞു പാരഗ്രാഫ് ഉണ്ട്. അത് ഞാനിവിടെ വായിക്കാം. ദി ഡ്രൈവർ അബ്ദുൾ റഹീം, 28 വയസ്സാണ്, വാസ് ചാർജ്ഡ് ഓൺ December 24, 2006 ഓഫ് കില്ലിംഗ് മുഹമ്മദ് അനസ്. 17 വയസ്സുള്ള കുട്ടിയാണ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിംഗ് എ സബ്സിക്വന്റ് ട്രയൽ ദി റിയാദ് ഹൈക്കോർട്ട് ഫൗണ്ട് അബ്ദുൾ റഹീം ഗിൽറ്റി ഓഫ് സ്ക്വീസിംഗ് ദ വിക്ടിംസ് നെക്ക് ടിൽ ഹി ഡൈഡ്. ടിൽ ഹി ഡൈഡ് എന്ന് പറഞ്ഞാൽ മരണം വരെ ഈ കുരുന്നിന്റെ കഴുത്ത് ഞെക്കി പിടിച്ച് ഞെരിച്ച് കൊന്നു എന്നാ പറയുന്നത്. ഇനി ഇതിന്റെ മലയാളത്തിന്റെ പരിഭാഷ ഞാനിവിടെ വായിക്കാം. 2006 December 24 മുഹമ്മദ് അനസിനെ കൊലപ്പെടുത്തിയതിന് ഡ്രൈവർ അബ്ദുൾ റഹീമിനെ പ്രതിയാക്കി തുടർന്നുള്ള വിചാരണയ്ക്കിടെ റിയാദ് ഹൈക്കോടതി ഇത് കണ്ടെത്തി. ഇരയുടെ കഴുത്ത് ഞെരിച്ചതിനാണ് അബ്ദുൾ റഹീമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. എന്നിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. എങ്ങനെയാ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? ഇവിടെ നിഷ്കളങ്കനായിട്ടുള്ള റഹീമിനെ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല ഇവന് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു. നോക്കൂ, ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നും ഒരു ഹോൾ ഇട്ടുകൊണ്ട്, ഇതിലൂടെ ഒരു പൈപ്പ് ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി ശ്വസന പ്രക്രിയ നടത്തിയിരുന്നത്. അതും യന്ത്രത്തിന്റെ സഹായത്തോടെ ആയിരുന്നു നടത്തിയത്. ആ കുഞ്ഞിനെയാണ് ഇവൻ കഴുത്ത് ഞെരിച്ച് കൊന്നത്. ആ കുഞ്ഞിനെ കൊന്ന ക്രിമിനൽ, കൊടും ക്രിമിനൽ, ഈ കൊടും ക്രിമിനലിനെയാണ് ഇവിടെ വെള്ളരിപ്രാവാക്കി പൂശിക്കൊണ്ട് ഡെഡ് മണി ആക്കിക്കൊണ്ട് 34 കോടി പ്രഖ്യാപിച്ച ഡെഡ് മണി പിരിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ മലയാളി വലിയ ദി റിയൽ കേരള സ്റ്റോറി കാണിച്ചത്. യെസ്, ഇത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി. അതായത് ഇസ്ലാമിക നാമധാരികൾ കൊടും ക്രൂരന്മാരും കൊടും കൊലയാളികളും രാജ്യദ്രോഹികളും ആയിരുന്നാലും അവരെ വെളുപ്പിച്ചെടുത്തുകൊണ്ട്, അവരെ സഹായിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി, ഇവിടെ രാജ്യദ്രോഹം നടത്താൻ വേണ്ടി, എന്റെ ഈ പെറ്റ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുക, അത് തന്നെയാണ് ഇവിടുത്തെ ദി റിയൽ സ്റ്റോറി. കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ റിയൽ സ്റ്റോറി ഇത് തന്നെയാണ്. ഇതായിരുന്നല്ലോ ഇവന്മാർ വാഴ്ത്തിയത്. ഇനി ഇതിൽ ഏറ്റവും വലിയ രസകരം എന്തെന്നറിയാമോ? കഴിഞ്ഞ ദിവസം രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന അമേഠിയിലെ ഝാൻസി റാണി ആയിട്ടുള്ള നമ്മുടെ സ്മൃതി ഇറാനിയെ ഭയന്നുകൊണ്ട് അവിടെ നിന്ന് കണ്ടം വഴി ഓടിക്കൊണ്ട് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന ഞമ്മന്റെ രാഹുൽ ഗണ്ഡി ഉണ്ടല്ലോ, ഈ രാഹുൽ ഗണ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. റഹീമിനെ രക്ഷിക്കാൻ സ്വരൂപിച്ച 34 കോടി RSS ആശയങ്ങൾക്കുള്ള കേരളത്തിന്റെ മറുപടി. കാരണം RSSകാരാണല്ലോ സൗദിയിൽ ഇവനെ ശിക്ഷിച്ചത്, RSS കോടതിയാണല്ലോ ഇവനെ ശിക്ഷിച്ചത്, RSS രാജാവാണല്ലോ ഇവനെ ശിക്ഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവന് മറുപടിയായി നമ്മുടെ ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള ശശികല ടീച്ചർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 മറുപടിയാ. അത് ഇങ്ങനെയാ വരുന്നത്.
അതേലോ രാഗ റഹീമാണ് പ്രതി എന്ന് പറഞ്ഞത് RSS. റഹീമിന്റെ കേസ് അന്വേഷിച്ചത് RSS. റഹീം കുറ്റക്കാരനാണെന്ന് വിധിച്ചത് RSS. 18 കൊല്ലക്കാലം തടവിലിട്ടത് RSS. ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഒരു അത്താഴ പഷ്ണിക്കാരനെ പിഴിഞ്ഞ് 34 കോടി രൂപയ്ക്ക് സ്വന്തം മകന്റെ ജീവൻ വിറ്റ് തിന്നാമെന്ന് തീരുമാനിച്ചത് RSS. സർവോപരി ഈ നിയമ നടപടികളെല്ലാം ബ്ലഡ് മണി എന്ന പ്രാകൃത ആചാരമടക്കം എല്ലാം RSSന്റെ പരംപൂജനീയ ഗുരുജിയുടെ വിചാരധാര പ്രകാരവും പോരെ. മിസ്റ്റർ രാഗ, ഇത് രാഗമല്ല, ഇത് രോഗമാണ്. പ്രായത്തിനനുസരിച്ച് പക്വത വരാത്ത രോഗം. അതായത് സൗദിയിൽ നടന്ന ഒരു കൊടും ക്രിമിനലിന്റെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് സൗദി കോടതി ഇയാളെ ശിക്ഷിക്കുന്നു, 18 വർഷം ജയിലിലിടുന്നു, അതിനുശേഷം തൂക്കി കൊല്ലാൻ വിധിക്കുന്നു. ആ വിധിച്ചതിന്റെ എല്ലാം റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി സുരുക്കൂട്ടിയ 34 കോടി ഉണ്ടല്ലോ, അത് RSS ആശയങ്ങൾക്കുള്ള മറുപടിയാണ്. നമുക്ക് സത്യത്തിൽ ഇത് ആർക്കുള്ള മറുപടിയാണ്? സൗദിയിലെ പ്രാകൃത കാട്ടറബി നിയമമായിട്ടുള്ള എന്ന് ഇവിടുത്തെ ട്രോളുകാരും അതുപോലെ ഈ മതം വിട്ടവരും അതല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളും മാത്രമല്ല യുക്തിവാദികളും ഒക്കെ പറയുന്ന പോലെ ഈ കാട്ടറബി നിയമം ആലോചിച്ച് നോക്കൂ. ശരീഅത്ത് നിയമപ്രകാരം ശിക്ഷിച്ച ഈ സൗദി രാജാവിനെതിരെയുള്ള മറുപടിയല്ലേ? പക്ഷെ അതും RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞമ്മന്റെ പപ്പുമോൻ ഗണ്ടിമോൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഒരു റഹീമിനെ രക്ഷിച്ചിവിടെ കൊണ്ടുവരികയാണ്. ഇനി റഹീം നാളെ ഏതെങ്കിലും ഒരു കുരുന്നിനെ കൊന്നു കളഞ്ഞാലും അതും ഞമ്മന്റെ വെള്ളരിപ്രാവിന്റെ ആ പട്ടത്തിൽ പെടുത്തിക്കൊണ്ട് റഹീമിനെ വീണ്ടും തൂക്കുകാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇവിടെ കോടികൾ പിരിവെടുത്താലും ഇനി ഒരുപാട് റഹീംമാർ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാലും അവരെയെല്ലാം വെറുതെ വിടാനും അവരെയൊക്കെ ഇതുപോലെ രക്ഷിച്ചെടുക്കാനും ഒരുപാട് മതേതരന്മാർ ഇങ്ങനെ വരും. സമാധാനത്തിന്റെ മതസ്ഥർ അതല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരെ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഈ വാർത്ത പ്രസിദ്ധീകരിച്ച അറബ് ന്യൂസ് എന്ന് പറയുന്ന ചാനലിന്റെ ആ വാർത്തയുടെ ലിങ്ക് ഇന്നും കിട്ടും. ആ ലിങ്ക് ഞാനിവിടെ ഈ വീഡിയോയുടെ അവസാനം ഇതിന്റെ ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി തെളിവ് ചോദിക്കുന്ന എല്ലാത്തിനും ലിംഗം ചോദിക്കുന്ന കുറെ ലിംഗത്തിൽ ചിന്തിക്കുന്ന കുറെ സുഡാപ്പി വർഗ്ഗങ്ങളുണ്ടല്ലോ, അവനൊക്കെ ലിംഗം കൃത്യമായിട്ട് ഇതിന്റെ ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പോയി കാണുക. 2011 പ്രസിദ്ധീകരിച്ച അറബ് ന്യൂസ് എന്ന് പറയുന്ന ആ ചാനലിൽ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. മരണം വരെ ഈ കുരുന്നിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നവനെയാണ് ഇവിടെ വെള്ളരിപ്രാവായി വാഴ്ത്തിക്കൊണ്ട് 34 കോടി ഡെഡ് മണിയും കൊടുത്തുകൊണ്ട് അവനെ രക്ഷിച്ചെടുത്തത്. എന്നിട്ട് ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന യഥാർത്ഥ സ്റ്റോറി മറയ്ക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആ ത്വരയുണ്ടല്ലോ, ഒന്നൊന്നര ത്വര. ആ ത്വര നമ്മൾ കാണാതിരിക്കരുത്, കാണാതെ പോകരുത്. എന്തായാലും ഇത് നമ്മൾ വീണ്ടും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ഇതാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ലോകം മൊത്തം അറിയേണ്ടതുണ്ട്. ലോകത്താകമാനം എന്തിനാണോ കേരളത്തിൽ ഇതുപോലെ നമ്മൾക്കറിയാം ഇവിടെ നിമിഷപ്രിയയുണ്ട്, അറ്റ്ലസ് രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കേരളീയരെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു നയാ പൈസ മുടക്കാൻ തയ്യാറാവാത്ത ഇന്നും ഈ നിമിഷപ്രിയയുടെ കേസിന് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ സഹോദരിക്ക് വേണ്ടി ഡെഡ് മണി കളക്ട് ചെയ്യാനോ ആ സഹോദരിയുടെ പേര് പോലും പറയാനോ ഇവിടത്തെ ഈ പറയുന്ന കേരള സ്റ്റോറി എന്നും പറഞ്ഞ് 34 കോടി പിച്ചയെടുത്ത് തെണ്ടിയിട്ടുള്ള ബോച്ചെ എന്ന് പറയുന്ന ആ പിച്ചക്കാരനോ പെൺപിടിയനായിട്ടുള്ള അവനോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ്? അതൊരു ക്രൈസ്തവ ലേഡിയാണ്. ഇനിയോ അറ്റ്ലസ് രാമചന്ദ്രനെ മരണത്തിലേക്ക് ആയുസെത്താതെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടെയും പേര് തന്നെയാണ് പ്രശ്നം. രാമചന്ദ്രന് പകരം വല്ല അബ്ദുൾ റഹീമോ അതല്ലെങ്കിൽ ഈ പറയുന്ന മമ്മദൊക്കെ ആയിരുന്നെങ്കിൽ അവന് വേണ്ടി എത്ര കോടി പിരിച്ചെടുക്കാനും അവരെ രക്ഷിച്ചെടുക്കാനും ഇതുപോലെ മതേതരം പുഴുങ്ങി തിന്ന് ഞങ്ങളാണ് മതേതരത്വത്തിന്റെ ആളുകൾ എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഇവന്മാരൊക്കെ ശ്രമിക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വൺ സൈഡ് മതേതരത്വത്തെ പച്ചയ്ക്ക് നമ്മൾ ഇവിടെ വിളിച്ചു പറയേണ്ടതുണ്ട്. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരേ രീതിയിൽ ജീവിച്ചു പോകുന്ന നാളുകളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് മുസൽമാന് മാത്രം ഇവിടെ അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം ഇവിടെ ന്യൂനപക്ഷം എന്ന പദവിയിൽ ക്രൈസ്തവർ ഉണ്ടായിട്ട് പോലും അവർക്ക് പോലും കൊടുക്കാതെ വെറും മുസ്ലിങ്ങളെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിങ്ങളെ മാത്രം വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഈ കാലത്തിനെ ഈ ആളുകളെ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരെ ഇവിടുത്തെ സിസ്റ്റത്തെ പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾക്കെതിരെ വരിക കൂരമ്പുകൾ തന്നെയായിരിക്കും എന്ന് നമ്മൾക്കറിയാം. അതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള പച്ചയ്ക്ക് പറയുന്ന ആളുകളെ ബാധിക്കുന്ന കേസല്ല. കാരണം നമ്മളാരും പച്ച പരവതാനി വിരിച്ചാം അതല്ലെങ്കിൽ പട്ട് പരവതാനി വിരിച്ചാം അതിലൂടെ നടക്കാമെന്ന് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. കാലങ്ങളോളം ജീവിച്ചു കൊള്ളാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഏത് നിമിഷവും പൊലിഞ്ഞു പോവാവുന്ന ജീവൻ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഞാനടക്കമുള്ള ഒരുപാട് ആളുകളുടെ ലൈഫ്, ഒരുപാട് ആളുകളുടെ ജീവിതം എന്നൊക്കെ നമ്മൾക്കറിയാം. അതൊന്നും നമ്മളെ ബാധിക്കില്ല. കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് ഞങ്ങളെയൊക്കെ എത്ര വേണമെങ്കിലും ജയിലിൽ അടക്കാം. പക്ഷെ നമ്മൾക്കതൊക്കെ വിലങ്ങണിഞ്ഞ കൈകൾ ചിരിയോടുകൂടി ആഘോഷത്തോടുകൂടി ഏറ്റെടുക്കുമെന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കാരണം നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒട്ടേറെ മഹാരഥന്മാരുണ്ട്. അവരൊക്കെ വർഷങ്ങളോളം
വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ചത് അവരുടെ കുടുംബത്തിന് വേണ്ടിയായിരുന്നില്ല, അവരുടെ സ്വന്തം സമുദായത്തിന് വേണ്ടിയായിരുന്നില്ല, അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, തന്റെ പെറ്റ നാടിന് വേണ്ടിയിട്ടായിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ ആകമാനമുള്ള എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മാറിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനും ആവില്ല. ഏതായാലും ഒരു കൊടും ക്രിമിനലിനെ 34 കോടി കൊടുത്തുകൊണ്ട് രക്ഷിച്ചെടുത്ത് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇവിടെ കേരളത്തിൽ ഇന്ന് തന്നെ ഓരോ ദിവസവും പത്രം തുറക്കുമ്പോൾ, ഓരോ ദിവസവും മാധ്യമങ്ങൾ തുറക്കുന്നു, നമ്മൾക്ക് അറിയാൻ പറ്റും അത്ര കൊടൂരമായിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇഷ്ടം പോലെ കൊടും ക്രിമിനലുകൾ ഓൾറെഡി ഉണ്ട്. ഇനി അതിലേക്ക് ഈ റഹീം എന്ന് പറയുന്ന ഒരു കുരുന്ന് പയ്യന്, ഒരു 17 വയസ്സുള്ള, അതും ഒരു ആരോഗ്യവുമില്ലാതെ ഒരു കുഴലിലൂടെ കൃത്രിമ ശ്വാസം ശ്വസിച്ച് തന്റെ കുഞ്ഞു ജീവൻ പിടിച്ചു നിർത്തിയ ആ പാവത്തെ കഴുത്ത് ഞെരിച്ച് കൊന്നവനാണിവനെന്ന് ഈ അറബ് ന്യൂസ് ഉദ്ധരിച്ചുകൊണ്ട് സൗദി ന്യൂസ് 2011 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20/2/2011 സൺഡേയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാർത്താ ശകലമാണ് ഇവിടെ പങ്കുവെച്ചത്. ഇനി നിങ്ങൾ പറയുക, എന്താണ് ഇതിലെ ന്യായം, എന്താണ് ഇതിലെ നീതി, എന്താണ് നിമിഷപ്രിയയോടും അറ്റ്ലസ് രാമചന്ദ്രനോടും ഇവിടെ ചെയ്തത്? അങ്ങനെ ഓരോ ആയിരക്കണക്കിന് നമ്മൾക്ക് അറിയാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത എത്രയോ നൂറുകണക്കിന് ആളുകൾ ഇന്നും ജയിലുകളിൽ കഴിയുന്നുണ്ട്. എന്തേ, ഹിന്ദുവും ക്രിസ്ത്യാനിയും മനുഷ്യരല്ലേ? ഇതാണ് കേരള റിയൽ സ്റ്റോറി എന്ന് പറയുന്നവരോട് ഞങ്ങൾക്കും പറയാനുണ്ട്. യെസ്, ഇത് തന്നെയാണ് കേരള റിയൽ സ്റ്റോറി. മുസ്ലിം പ്രീണനത്തിന്റെ മാത്രം രാഷ്ട്രീയമുള്ള ദി കേരള സ്റ്റോറി. മാത്രമല്ല, ലവ് ജിഹാദിന്റെയും ഇസ്ലാമിക ഭീകരതയുടെയും പച്ച യാഥാർത്ഥ്യങ്ങൾ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാലും അതിനെ വെളുപ്പിച്ചെടുക്കുന്ന ദി കേരള റിയൽ സ്റ്റോറി. അങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ദി റിയൽ കേരള സ്റ്റോറി എന്ന ഹെഡിങ്ങിൽ നമുക്ക് ഒരുപാട് പറയാനാവും. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി കിടക്കട്ടെ, ഒരു കൊടും ക്രിമിനൽ 17 വയസ്സുള്ള ഒരു ബാലനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് 18 വർഷം ജയിൽ ശിക്ഷയും പിന്നെ വധശിക്ഷയും കിട്ടി. അവസാനം ഡെഡ് മണിയായി തന്റെ മകന്റെ ജീവന് വിലയിട്ട് 34 കോടി വാങ്ങിയ ആ അറബിയുടെ, അയാളെ എല്ലാവരെയും വെളുപ്പിച്ചെടുക്കുന്ന, ശരീഅത്ത് നിയമത്തെ വെളുപ്പിച്ചെടുക്കുന്ന, എന്നാൽ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇവിടത്തെ ഭരിക്കുന്നവരെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, രാജ്യത്തിന്റെ ഉന്നതി കാംക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഉന്നതി ഓരോ ദിവസവും കൊണ്ടുവരുന്ന ഇവിടത്തെ ഭരണാധികാരിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കട്ടും മോട്ടിച്ചും തന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രയത്നിച്ച് ഭരിക്കുന്ന കള്ളന്മാരെ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ, ഇസ്ലാമിക ജിഹാദിസവും രാജ്യദ്രോഹവും മാത്രം വളർത്തുന്ന ഭരണാധികാരിയെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ, അതിനെതിരെ നടപടിയെടുക്കുന്ന നരേന്ദ്രമോദിജി ഞങ്ങൾക്ക് കാട്ടാളനാണ്, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വാസമില്ല, ഇവിടെ ശരിയാ നിയമമാണ് വരേണ്ടത്. ഏത് ശരിയാ നിയമം? ഈ കാട്ടാള നിയമം എന്ന് ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ. അറബും രാജാവും ഒക്കെ ഈ 34 കോടി നക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ഇടുന്നു നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ആ നിയമത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന ഈ നാട്ടിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയേണ്ടതുണ്ട്. ഇനിയും ഉറക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അബ്ദുൾ റഹീം നിഷ്കളങ്കനല്ല. ഈ റഹീം കൃത്യമായിട്ടും ഒരു കൊലയാളിയാണ്. 17 വയസ്സുകാരനായ ബാലനെ കഴുത്ത് ഞെരിച്ച് കൊന്ന കൊലയാളിയാണ് എന്നുള്ളത് ഈ പറയുന്ന റിയാദ് കോടതിയുടെ രേഖകളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങൾ രക്ഷിച്ചത് ചില്ലറക്കാരനെ അല്ല, ഒരു കുരുന്നിനെ കഴുത്ത് ഞെരിച്ച് കൊന്നവനെയാണ്. 1-2 രൂപ കൊടുത്തല്ല നിങ്ങൾ രക്ഷിച്ചത്, 34 കോടിയാണ്. ജീവൻ കുരുന്നിന്റെ ആയാലും വലുതായാലും ഏതായാലും വലിയ ജീവൻ തന്നെയാണ്. ആ ജീവൻ നഷ്ടപ്പെടുത്തിയ ഇവനെ രക്ഷിച്ച അതിൽ അഭിമാനം കൊള്ളുന്ന ഓരോരുത്തരോടും ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളതെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.